ഇന്ന് നമുക്ക് എഡിറ്റിംഗ് ചെയ്താലോ? എഡിറ്റിംഗ് SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കും +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നവർക്കും +2 പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ പഠിക്കാം നമുക്ക്. അപ്പോൾ എഡിറ്റിംഗ് വരുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2-3 സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് വരുന്നത് മിക്കവാറും ടെൻസ് അല്ലെങ്കിൽ വെർബ്, അതുമല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ, ഈ ഭാഗങ്ങളിലായിരിക്കും തെറ്റ് വരുന്നത്. അപ്പോൾ ആ തെറ്റാണ് നിങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാം എഡിറ്റിംഗ് എന്തൊക്കെയാണ് നോക്കി. എഡിറ്റിംഗ് കംസ് ഇൻ വെർബ് ആൻഡ് ടെൻസ്, പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ് എക്സെട്ര. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, മൈ ടീച്ചർ ടീച്ച് മീ ഇംഗ്ലീഷ്. ഇപ്പം പെട്ടെന്ന് നോക്കുമ്പം സെൻറ്റൻസിന് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? പക്ഷെ നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നിങ്ങൾ പഠിച്ചതാണ്, കോൺകോഡ്. അപ്പം ആ എഗ്രിമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ആ കോൺകോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത്? മൈ ടീച്ചർ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ വെർബ് എപ്പോഴും സിംഗുലറേ വരാൻ പാടുള്ളൂ. എസ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്തിരിപ്പില്ലേ? ടിപ്പ് ഓർത്തിരിപ്പില്ലേ? അപ്പം മൈ ടീച്ചർ ടീച്ച്, ഇവിടെ എന്ത് വരും? ടീച്ചേഴ്സ്. ഓക്കെ, മൈ ടീച്ചർ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ടീച്ച് എന്നുള്ള വെർബും സിംഗുലർ ആകും. മൈ ടീച്ചർ ടീച്ചേഴ്സ് മീ ഇംഗ്ലീഷ്. അടുത്തത്, ടീച്ചേഴ്സ് ഹാസ് ഫൗണ്ട് എ ന്യൂ മെത്തേഡ് ടു ടാക്കിൾ ദ നോട്ടി സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ ഹാസ് ആണോ ഹാവ് ആണോ വരിക? ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഹാസ് ഹാവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ്. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഏതാ വരിക? ഹാവ്. ഓക്കെ, ടീച്ചേഴ്സ് ഹാവ് ഫൗണ്ട് എ ന്യൂ മെത്തേഡ്. അടുത്തത്, മൈ ബെസ്റ്റ് ടീച്ചർ റിയലി ഡു വണ്ടർഫുൾ തിങ്സ്. മൈ ബെസ്റ്റ് ടീച്ചർ റിയലി ഡു. ടീച്ചർ എന്നുള്ളത് സിംഗുലറാണ്. അപ്പോൾ ഡു ഓർ ഡസ്, പ്ലൂറലിൻ്റെ കൂടെ സിംഗുലറിൻ്റെ കൂടെ ഏതാണ് വരിക? ഡു എന്നുള്ളത് പ്ലൂറലിൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ടീച്ചർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എസ് ഫോം വന്നു, ഡസ് അല്ലേ? അപ്പോൾ മൈ ബെസ്റ്റ് ടീച്ചർ റിയലി ഡസ് വണ്ടർഫുൾ തിങ്സ്. ഇനി മൈ ഗ്രാൻഡ് പേരൻസ് ആർ ലിവിങ് ഇൻ എ ബെസ്റ്റ് ഹൗസ്. ഇവിടെ നമ്മൾ ആർട്ടിക്കിളിലാണ് തെറ്റ് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദി. എ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ. ആൻ എന്ന് പറയുന്നത് വവൽ സൗണ്ടിന് മുമ്പ് ഉപയോഗിക്കുന്നത്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇപ്പോൾ ഇവിടെ എ ബെസ്റ്റ് ഹൗസ് എന്ന് പറയാൻ പാടില്ല, കാരണം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും ദ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? മൈ ഗ്രാൻഡ് പേരൻസ് ആർ ലിവിങ് ഇൻ ദ ബെസ്റ്റ് ഹൗസ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു 2-3 സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വരും? ദെയർ ഈസ് നോ എവിഡൻസ്. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, പിന്നെ ഈ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആയിരിക്കാം, പിന്നെ ആർട്ടിക്കിൾ ആയിരിക്കാം, പിന്നെ ടെൻസ്. നമുക്ക് നോക്കാം. ദെയർ ഈസ് നോ എവിഡൻസ് ദാറ്റ് സോൾട്ട് ഈസ് എ കോസ് ഓഫ് ഹൈലി ബ്ലഡ് പ്രഷർ. സം സയൻറ്റിസ്റ്റ് ആർ ഓൾസോ കൺസേൺസ് ദാറ്റ് എക്സസീവ് യൂസ് ഓഫ് സോൾട്ട് മേ കോസ് ആസ്മ ആൻഡ് കിഡ്നി ഡിസീസ്. ആസ്മ ഷുഡ് നോട്ട് ബി ഡെൽറ്റ് വിത്ത് ലൈറ്റ്ലി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആദ്യം ദെയർ അല്ലേ? ദെയർ ഈസ് നോ എവിഡൻസ് ദാറ്റ് സോൾട്ട് ഈസ് എ കോസ് ഓഫ് ഹൈലി ബ്ലഡ് പ്രഷറിൻ്റെ ഒരു കാരണമാണ് സോൾട്ട് എന്നുള്ളതിന് എവിഡൻസ് ഇല്ല. അപ്പോൾ അവിടെ THERE. മറ്റേ THEIR എന്താണ്? ദെയർ, അവരുടെ. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കുക. പിന്നെ സം സയൻറ്റിസ്റ്റ് ആർ. സയൻറ്റിസ്റ്റ് ആർ എന്ന് പറയുമോ? സയൻറ്റിസ്റ്റ് പ്ലൂറൽ വരണം അല്ലേ? സം സയൻറ്റിസ്റ്റ്. പിന്നെ ഇവിടെ ആർ വേണ്ട, കാരണം ആർ വരുമ്പം കണ്ടിന്യൂസ് ടെൻസ് ഒന്നും അവിടെ ING ഒന്നും വന്നിട്ടില്ല. പിന്നെ അവിടെ ആർ വേണ്ട. അപ്പോൾ സം സയൻറ്റിസ്റ്റ് ഓൾസോ കൺസേൺസ്. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പം എങ്ങനെ വരും? സയൻറ്റിസ്റ്റ് ആണെങ്കിൽ കൺസേൺസ് വരും. സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് വരും? കൺസേൺ. അപ്പോൾ സം സയൻറ്റിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം ആൻസർ. നോക്കിയേ, ദെയർ ഈസ് നോ എവിഡൻസ് ദാറ്റ് സോൾട്ട് ഈസ് എ കോസ് ഓഫ് ഹൈലി ബ്ലഡ് പ്രഷർ അല്ല, ഹൈ ബ്ലഡ് പ്രഷറാണ്. അടുത്തത്, സം സയൻറ്റിസ്റ്റ് ആർ ഓൾസോ കൺസേൺസ്. ഇവിടെ എങ്ങനെ വരും? സം സയൻറ്റിസ്റ്റ് വരും, പിന്നെ ആർ വേണ്ട, ഓൾസോ
കൺസേൺ. കാരണം കൺസേൺസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഇവിടെ സം സയൻറ്റിസ്റ്റ് എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് നമ്മൾ കൺസേൺ ചേർക്കുക. ദാറ്റ് എക്സസീവ് യൂസ് ഓഫ് സോൾട്ട് മേ കോസ് ആസ്മ ആൻഡ് കിഡ്നി ഡിസീസസ്. ആസ്മ ഷുഡ് നോട്ട് ബി ഡെൽറ്റ് എന്ന് വരണം, ഷുഡ് നോട്ട് ബി ഡെൽറ്റ്. ഇവിടെ അത് കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ് ബി. കാരണം ബി എന്നുള്ളത് ഡെൽറ്റ് എന്നുള്ളത് തേർഡ് ഫോമാണ് അല്ലേ, V3 ഫോം. അപ്പം ഷുഡ് നോട്ട് ബി ഡിയിൽ വെത്തുന്ന ചിലപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കും, അങ്ങനെ എഴുതാൻ പാടില്ല. ബി വരുമ്പോൾ എപ്പോഴും V3 ഫോമാണ് വരിക, അത് ഓർത്ത് വയ്ക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, എവ്രിബഡി ആർ യുണീക്ക്. ഇത് നമുക്ക് ഇഫ് ക്ലോസ് വെച്ചുള്ളതാണ്. ഇഫ് ക്ലോസ് നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, അത് 3 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് ക്ലോസിനെ കുറിച്ച് ഇപ്പം ഞാനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി പോയി നോക്കുക കേട്ടോ. അപ്പോൾ എവ്രിബഡി ആർ തെറ്റുണ്ട് അവിടെ അല്ലേ. നമ്മൾ നേരത്തെ കണ്ടാണ് എവ്രി വൺ, എവ്രിബഡി, ഈച്ച് വൺ, ഇതൊക്കെ എന്താണ്, സിംഗുലറാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് വരും, എവ്രിബഡി ഈസ് യുണീക്ക്. പിന്നെ ഇഫ് യു ബി എന്നുള്ളതിൻ്റെ ബി എന്നുള്ള വെർബിൻ്റെ ഏത് ഫോമാണ് അവിടെ വരേണ്ടത്, അതാണ് ഈസ് ആണ്. ബി എന്നുള്ള ഫോമിൻ്റെ വെർബ് ഫോമിൻ്റെ ബാക്കി ഏതൊക്കെയാണ് ഫോംസ്, ഈസും ആറും അല്ലേ, വാസ്, അതൊക്കെ. ഇനി ഇഫ് യു ബി കോൺഫിഡൻറ്റ് ഇനഫ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് അൺസർട്ടനിറ്റി യു വിൽ ബി സക്സസ്ഫുൾ. ഡോണ്ട് ബ്രൂഡ് ഓൾ യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. If you fail in the past, you would learn lessons from it. If you pass in all your attempts very easily, you would have been. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, ആദ്യത്തെ നോക്കി ഇഫ് യു ബി കോൺഫിഡൻറ്റ് എന്നുള്ളിടത്ത് എന്താണ്, യു വില്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വില്ല് വരുമ്പോൾ ഏത് വരണം, അടുത്തത് ഫെയിൽ എന്നുള്ളതിൽ വുഡ് വന്നിട്ടുണ്ട്. വുഡ് വരുമ്പം ഏത് ഫോം വരണം, ഏറ്റവും അവസാനം വുഡ് ഹാവ് ബീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പം എന്താണ് ഇഫിൻ്റെ എന്ത് കണ്ടീഷനാണ് വരുന്നതെന്ന് നേരത്തെ നമ്മൾ നല്ലപോലെ പഠിച്ചതാണ്. അപ്പോൾ ആൻസർ ഒന്ന് നോക്കി, എവ്രിബഡി ആർ എന്നുള്ളത് എങ്ങനെ വരും, എവ്രിബഡി ഈസ്. ഇഫ് യു ബിയുടെ ഏത് ഫോമാണ് വന്നിരിക്കുന്നത്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് അൺസർട്ടനിറ്റി യു വിൽ ബി സക്സസ്ഫുൾ. ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. ഇഫ് യു ഫെയിൽ, അത് സെക്കൻഡ് കണ്ടീഷനാണ്. എങ്ങനെയുണ്ട്, ഇഫ് യു ഫെയിൽഡ് ഇൻ ദ പാസ്റ്റ് യു വുഡ്. സിമ്പിൾ പാസ്റ്റാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, വുഡ് ചേർക്കുക. പിന്നെ അടുത്തത്, ഇഫ് യു പാസ് ഇൻ ഓൾ യുവർ അറ്റംപ്റ്റ്സ് വെരി ഈസിലി യു വുഡ് ഹാവ് ബീൻ വന്നിട്ടുണ്ട്. അവിടെ വുഡ് ഹാവ് ബീൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ഫോം, ഹാർഡ് പാസ്റ്റിൻ്റെ കൂടെ ഒരു ഹാർഡും കൂടി ആഡ് ചെയ്യുക. ഇതാണ് കണ്ടീഷൻസ്, ഇഫ് ക്ലോസിൻ്റെ കണ്ടീഷൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ള വീഡിയോ, ഇഫ് ക്ലോസിനെ കുറിച്ചുള്ള വീഡിയോയും ഹാസ്, ഹാവ്, സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻ്റ് ഒക്കെ ഒന്നുകൂടെ കാണുക. അപ്പം എല്ലാ എക്സാമിനും നന്നായിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്.